നമസ്കാരം. തിരു ഐരാണിക്കുളത്തപ്പൻ കളത്തിൽ മഹാദേവൻ്റെ അടുത്ത് മണ്ഡലകാലത്ത് പതിവായിട്ട് നടന്നു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 1-ാം തീയതി വൃശ്ചികമാസം 1-ാം തീയതി സമാരംഭിക്കുന്ന വിവരം എല്ലാ ഭക്തന്മാർക്കും അറിവുള്ളതാണ്. നമ്മുടെ വാക്കും വിചാരവും പ്രവൃത്തിയും ആരുടെയൊക്കെയാണോ നല്ലത് അവർക്ക് മനസ്സുഖവും സമാധാനവും ദൈവികാനുഗ്രഹവും ഉണ്ടാകും. ഇത് നന്നാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കുന്നവർ, ഒരു ദിവസമെങ്കിലും വരുന്നവർ, അവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു പൂജ തൊഴുന്നവർ, ആ പ്രഭാഷണം കേൾക്കുന്നവർ തീർച്ചയായിട്ടും ഒരു നല്ല സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടേ ഇവിടുന്ന് പോകാൻ ഭഗവാൻ അനുവദിക്കുക. നല്ല സന്ദേശങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് നമുക്ക് നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും തരും. നമ്മുടെ വിചാരങ്ങളും ചിന്തകളും എന്താണോ അതാണ് വാക്കുകൾ കർമ്മമായിട്ട് വരും. നമ്മുടെ ചിന്ത നല്ലതാണെങ്കിൽ നല്ല വാക്കുകളും നല്ല കർമ്മങ്ങളും ഉണ്ടായാൽ നല്ല വാക്കിനും നല്ല കർമ്മങ്ങൾക്കും ഒരു നല്ല ഫലമുണ്ട്. അതിനെ പുണ്യമെന്ന് പറയും. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സന്ദേശങ്ങൾ തെറ്റായതാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ദുഷ്ടവിചാരവും ദുഷിച്ച മനസ്സും ദുഷിച്ച വാക്കും ദുഷ്കർമ്മവും ദുഷ്പ്രവൃത്തിയും കൊണ്ട് നമുക്ക് പാപവും വരും. ഈ തിരക്ക് പിടിച്ച മനുഷ്യജീവിതത്തിൽ നിങ്ങൾ ഈ 7 ദിവസത്തിൽ എപ്പോഴെങ്കിലും സൗകര്യം പോലെ കളത്തിലപ്പൻ്റെ അടുത്ത് വരൂ. നമ്മുടെ വാക്കും വിചാരവും പ്രവൃത്തിയും നന്നാക്കാൻ മഹാദേവൻ തരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിലേക്ക് എല്ലാവരെയും വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് നന്മ നേരുന്നു. നന്ദി, നമസ്കാരം.